ലത സൃജിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ ഞങ്ങളുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വനിതാ ദിനം ആഘോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇടുന്നത്. ശ്രീമതി പ്രമീള സ്വാഗത പ്രസംഗം നടത്തി. ശ്രീമതി സുഗുണ അധ്യക്ഷത വഹിച്ചു. സുഗുണയുടെ തന്നെ സഹോദരി പുത്രിയായിട്ടുള്ള ഡോക്ടർ ഹിത താലൂക്ക് ഹോസ്പിറ്റൽ ഫറൂഖിലെ ഗൈനക്കോളജിസ്റ്റാണ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഡോക്ടർ ഹിത മെനോപോസ് സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതെങ്ങനെ നമ്മൾ തരണം ചെയ്യാം, പിന്നെ പ്രായമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില അസുഖങ്ങളെ തരണം ചെയ്യാൻ നമ്മൾ നിത്യേന ചെയ്യേണ്ട രാവിലെ തന്നെ ചെയ്യേണ്ട ചില എക്സസൈസുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു. പിന്നീട് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നടപ്പാക്കിയിട്ടുള്ള ആരോഗ്യം ആനന്ദം എന്ന ക്യാൻസർ ക്യാമ്പയിനിൽ 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ള സ്ത്രീകൾ നടത്തേണ്ടുന്ന ക്യാൻസർ സ്ക്രീനിങ്ങിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു. സ്ത്രീകൾ നിർബന്ധമായും നടത്തേണ്ടുന്ന, അതായത് 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നടത്തേണ്ടുന്ന പാസ്മിയർ ടെസ്റ്റിനെ കുറിച്ചും ഡോക്ടർ ഹിത പറഞ്ഞിരുന്നു. 10 വരെ എണ്ണി അത് കഴിയുമ്പോൾ മെല്ലെ റിലാക്സ് ചെയ്യാം. വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പം ആ എക്സസൈസ് വീണ്ടും ചെയ്യാം. ഒരു പരിധി വരെ ഒരു ദിവസത്തിൽ രാവിലെ 10-15 പ്രാവശ്യം ഉറങ്ങുന്നതിനിടയ്ക്ക് ഇത് ചെയ്യാമെങ്കിൽ കുറേയൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് വരുന്ന യൂറിൻ. പിന്നീട് വനിതാ ദിന ആശംസകൾ അർപ്പിക്കാനായി ശ്രീ ആർ മോഹൻദാസ് ആശംസാ പ്രസംഗം നടത്തി. പിന്നീട് അത് യുണൈറ്റഡ് നേഷൻസും ലോകമാകെ വനിതാ ദിനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് യുണൈറ്റഡ് നേഷൻസും പിന്നീട് ആശംസാ പ്രസംഗം നടത്തിയത് മിസ്റ്റർ പ്രേമരാജാണ്. പിന്നീട് കോഴിക്കോട് ഓഫീസിലെ വനിതാ ഫോറം വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹാജിറ, പിന്നെ പത്മകുമാർ എന്നിവരാണ് ആശംസകൾ നേരാനായിട്ട് സംസാരിച്ചത്. പിന്നീട് ശ്രീമതി അനിത എല്ലാവർക്കും നന്ദി പറയാനായി നന്ദി പ്രകടന പ്രസംഗം നടത്തി. വളരെ നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ ഹിതയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഭാരവാഹികളായ ശ്രീ സോമൻ സാർ, രവീന്ദ്രൻ സാർ എന്നിവർക്കും ഈ ചടങ്ങ് നടത്താനായി നമ്മുടെ ക്ലബ് ഹോൾ അനുവദിച്ചു തന്ന റീജിയണൽ കമ്മീഷണർ ശ്രീ മുത്തുസെൽവൻ സാറിനും നന്ദി അറിയിക്കുന്നു. പിന്നീട് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ഡോക്ടർ ഹിതയ്ക്ക് ഒരു ഉപഹാരം നൽകി. അവസാനമായി ചില കലാപരിപാടികൾ, പാട്ട്, കവിത പാരായണം, ചെറുകഥ ഒക്കെ നമ്മളുടെ അവിടെ വന്നവരൊക്കെ അവതരിപ്പിച്ചു. ഇത് EPF ഓഫീസിലെ ബൈജുവിൻ്റെ മകളായിട്ടുള്ള കുമാരി ജ്വല്ലാണ് പാടുന്നത്. പിന്നീട് ശ്രീമതി സാറാമ്മ രാജൻ സ്വന്തം എഴുതിയ ഒരു പാട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. വുമൻസ് ഡേ പ്രമാണിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ നന്നായി അവതരിപ്പിച്ചു. പിന്നീട് EPF ഓഫീസിലെ ബൈജു ഒരു വളരെ പ്രസിദ്ധനായ ഒരു ഗായകനാണ്. നല്ല രീതിയിൽ 2-3 പാട്ടുകളൊക്കെ അവതരിപ്പിച്ചു. ഇത് ശ്രീ മോഹനൻ നല്ലൂർ, വളരെ നല്ലൊരു പാട്ടാണ് മോഹനൻ ഇവിടെ അവതരിപ്പിച്ചത്. എന്റെ ഭാവന സലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി സുന്ദരമാം താലങ്ങളെത്തി വന്യപുഷ്പജാലം നിറയായി നിന്നെ വരവേൽക്കുവാനായൊരു
പിന്നീട് ശ്രീമതി പ്രമീള സ്വന്തമായി രചിച്ച ഒരു ചെറുകഥ അവൻ നിർബന്ധിച്ച് അവതരിപ്പിച്ചു. കുറച്ച് പടക്കങ്ങളും വളരെ നന്നായിരുന്നു. ഒക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൊട്ടിക്കാനും കത്തിക്കാനും ഒന്നും നേരം കിട്ടിയിട്ടില്ല. രതീഷിന് CCTV ക്യാമറ വെച്ചു കൊടുക്കുന്ന ജോലിയാണ്. ഇപ്പോൾ തരക്കേടില്ലാത്ത ഒരു വർക്ക് സുഹൃത്ത് വഴി ഒത്തുകിട്ടിയതാണ്. ഒരു ബാങ്ക് ഇത് ശ്രീ ദയാനന്ദൻ വളരെ നല്ല രീതിയിൽ ഒരു കവിത അവതരിപ്പിച്ചു. കുരുക്ഷേത്രഭൂവിൽ നിലതെറ്റിയലയുന്നു ഗാന്ധാരിമാ. ഇന്നിൻ്റെ ഈ കുരുക്ഷേത്രഭൂവിൽ നിലതെറ്റിയലയുന്നു ഗാന്ധാരിമാ. പുത്രവാത്സല്യത്തിനന്ധത കൺകളിൽ ഇത് ബൈജുവിൻ്റെ മകള് കുമാരി ജ്വല്ലാണ്. നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. വളരെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. ഇത് അനിൽകുമാർ ഇതുപോലെ ഒരു നല്ല ഗാനം ആലപിച്ചു. പിന്നീട് ബൈജുവിൻ്റെ മകളും ബൈജുവും കൂടി ഒരു പാട്ടുപാടി. ഇത് ശ്രീ സി സോമൻ, രാമകൃഷ്ണൻ ഇവർ അവസാനം കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ വിജയികൾക്കായി സമ്മാനങ്ങൾ നൽകി. വനിതാ ദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ പാട്ട് പാടിയവർക്കും കവിതാ പാരായണം, ചെറുകഥ അവതരിപ്പിച്ച എല്ലാവർക്കും തന്നെ പാരിതോഷികം നൽകിയിരുന്നു. ഞങ്ങളുടെ വനിതാ ദിന ആചരണത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.